തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കാൻ തമിഴക വെട്രിക്കഴകം പാർട്ടി അധ്യക്ഷൻ വിജയ് വിളിച്ചു ചേർത്ത സംസ്ഥാന ജില്ലാ ഭാരവാഹികളുടെ യോഗം മഹാബലിപുരത്തെ ഹോട്ടലിൽ ചേരുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും സഖ്യ ചർച്ചകളുമെല്ലാം യോഗത്തിൽ ഉണ്ടാകും എന്നാണ് സൂചന. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. മനേഷ്, തമിഴക വെട്രിക്കഴകം പാർട്ടി ഏത് തരത്തിലായിരിക്കും തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാവുക? പ്രചാരണം ശക്തമാക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന നിർണായക യോഗമാണോ ഇന്ന് ചേരുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വളരെ നിർണായകമായ യോഗമാണ് തമിഴക വെട്രിക്കഴകത്തിനെ സംബന്ധിച്ച്. കാരണം കഴിഞ്ഞ ഒരു മാസത്തിലധികമായി വിജയ് ഒരു പൊതുപരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. കരൂർ കേസിൽ CBI ചോദ്യം ചെയ്യുന്ന ഒരു നിലയുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ജനനായകൻ സിനിമയുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നു. അങ്ങനെ കഴിഞ്ഞ ഒരു മാസത്തോളമായി വിജയ് ഇതുവരെയും ആരെയും പറഞ്ഞ ഒരു പൊതുപരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. അങ്ങനെയാണ് ഇന്നിപ്പോൾ ജില്ലാ, അതുപോലെ തന്നെ സംസ്ഥാനതല ഭാരവാഹികൾ, കോർപ്പറേഷന്റെ ഭാരവാഹികൾ, അതുപോലെ മുനിസിപ്പാലിറ്റികളുടെ ഭാരവാഹികൾ, അങ്ങനെ ഭാരവാഹികളുടെ യോഗമാണ് ചേരുന്നത്. ഓരോ ആളുകളും, അതായത് ഓരോ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ജില്ലാ അധ്യക്ഷന്മാരാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ അവരുടെ കാര്യങ്ങൾ, അതായത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ വിശദീകരിക്കുകയാണ് നിലവിൽ ചെയ്യുന്നത്. എല്ലാത്തിനും അവസാനമായിരിക്കും വിജയ് സംസാരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു സഖ്യത്തിന്റെ കൂടെ നിൽക്കണോ അതോ തനിച്ചു നിൽക്കണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെയും വിജയ് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ TV-ക്ക് അത്തരത്തിലുള്ള നിലപാടെടുത്തിട്ടില്ല. വിജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കുന്ന ആരുമായും സഖ്യത്തിൽ ഏർപ്പെടാം എന്നുള്ളതാണ് TV-യുടെ നിലവിലെ നയം. ആ നയത്തിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് നോക്കി കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇന്നത്തെ ഒരു യോഗത്തിന് ശേഷം കൃത്യമായ ഒരു ധാരണ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കണം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. നിലവിൽ തന്നെ ഏറ്റവും താഴേക്കിടയിലുള്ള വാർഡ് തലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പാണ് വിജയുടെ പാർട്ടിക്ക് TV-ക്ക് വിസിൽ ചിഹ്നം അനുവദിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവുണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ വിസിൽ ചിഹ്നം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നൊരു പ്രവർത്തനങ്ങൾ നിലവിൽ തന്നെ TV-യുടെ പ്രവർത്തകർ ചെയ്യുന്നുണ്ട്. അതിനൊപ്പമാണ് ഇന്നിപ്പോൾ യോഗം ചേരുന്നത്. വളരെ നിർണായകമാണ് ഈ യോഗം. കാരണം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ യോഗത്തിൽ എല്ലാ ആളുകളുടെയും, ഓരോ ജില്ലാ ഭാരവാഹികളുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഏത് രീതിയിലാണ് മുൻപോട്ട് പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ ചർച്ചയാവുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം വിജയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കരൂർ കേസിലാണെങ്കിലും ശരി, ഈ ജനനായകന്റെ CBFC സർട്ടിഫിക്കറ്റ് കേസിലാണെങ്കിലും ശരി, ഇതുവരെയും വിജയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള പ്രസ്താവനകളും വന്നിട്ടില്ല. ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിൽ അതും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. GK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.